ഹായ് ഗൈസ്, 2025 പറ്റി സംസാരിക്കാനാണ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത്. 2025 കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും അതിനെപ്പറ്റി പറയണമെന്ന് തോന്നി. 2025 ഒരുപാട് പൊട്ടിയ ഒരു വർഷമായിരുന്നു. ഒരുപാട് പൊട്ടലുകൾ സംഭവിച്ച ഒരു വർഷമായിരുന്നു. വീണ്ടും വീണ്ടും പൊട്ടലുകൾ സംഭവിച്ച ഒരു വർഷമായിരുന്നു. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറയാനുള്ളത്, ഒരുപാട് പാഠങ്ങൾ പഠിച്ചൊരു വർഷമായിരുന്നു. നമ്മൾ ഒരാളിൽ നിന്നും ഇന്നത് മാത്രമേ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവൂ, അങ്ങനെയില്ല. അതായത് ഒരാൾ നമ്മളോട് ഇങ്ങനെ പെരുമാറൂ, ഇല്ലെങ്കിൽ ഒരാൾ നമ്മളിങ്ങനെ കാണുമോ, അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മളിങ്ങനെയാണ് എന്ന് നമ്മൾ ഒരാളിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്തതെന്ന് പഠിച്ചൊരു വർഷം കൂടിയാണിത്. ഒരു മിനിറ്റ്. പൂച്ച ഭയങ്കര ശല്യം. അപ്പോൾ അവനെ പറഞ്ഞു വിടാൻ പോയതായിരുന്നു. അപ്പോൾ ഫ്ലോ അങ്ങ് പോയി. 2025 ഒരുപാട് നല്ല മൊമെൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജ് കഴിഞ്ഞ് ജോലിക്ക് കയറിയൊരു വർഷം കൂടിയായിരുന്നു. അപ്പോൾ ആ കോളേജിലെ കുറേ മെമ്മറീസും വിഷമവും അങ്ങനെയൊക്കെ അത് ക്യാരി ചെയ്ത് പോയൊരു സമയം കൂടിയായിരുന്നു. പിന്നെ പുതിയൊരു സ്ഥലം, പുതിയൊരു ആൾക്കാർ, അങ്ങനെ കിട്ടിയൊരു വർഷം കൂടിയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ട്സിൻ്റെ ആ ഒരു ഗ്യാങ്ങിനെ മിസ് ചെയ്യണോണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ലൈഫിൽ ഇതൊരു സ്റ്റേജാണ്, അല്ലെങ്കിൽ എപ്പോഴും ആരും പെർമനൻ്റ് അല്ല. നല്ല കോണ്ടാക്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലാതെ എപ്പോഴും ചുറ്റും നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ചുറ്റും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് പഠിച്ചൊരു വർഷം കൂടിയാണ്. എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ആരൊക്കെ ഇഷ്ടമുണ്ടോ അവരൊക്കെ ലോങ് ഡിസ്റ്റൻസിലോട്ട് ദൈവം വിട്ടുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ലോങ് ഡിസ്റ്റൻസാണ്. അപ്പോൾ എനിക്ക് ഇന്ന് കാണണമെന്ന് വിചാരിച്ച് ഇന്ന് കാണാൻ പറ്റില്ല, നാളെ കാണാൻ പറ്റുള്ളൂ. ഒന്ന് മെനക്കെട്ട് അവിടെ വരെ പോകണം. അങ്ങനെ പിന്നെ പുതിയൊരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമിൽ കുറച്ചുകൂടെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയൊരു വർഷമാണിത്. ആൾക്കാരെന്ത് പറയും എന്ന് ചിന്തിക്കുന്ന ആ ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ നിന്ന് എടുത്ത് പോയൊരു വർഷമാണിത്. ഞാൻ ഒരാളെന്ത് ചിന്തിക്കുന്നു എന്ന് ഞാനിപ്പോൾ ഒട്ടും ബോധേഡല്ല. ഒരാളെ ഞാൻ കൺസേൺ ചെയ്യാറില്ല. ആ ഒരു മാറ്റം, നല്ലൊരു മാറ്റം എനിക്ക് 2025 സംഭവിച്ചു. നല്ലതാവാം, മോശമാവാം, എന്തും ആയിക്കോട്ടെ, അത് ഞാൻ ബോധറേ ചെയ്യുന്നില്ല. അതെനിക്കൊരു വന്നൊരു നല്ല മാറ്റമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. പിന്നെ ഒരാൾ പിന്നെ പറയാനാണെങ്കിൽ കുറേ നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഫ്രണ്ട്സ് ഗ്രൂപ്പ് കുറച്ചുകൂടെ ചുരുങ്ങിയെങ്കിലും, അതായത് ഞാൻ സംസാരിക്കുന്ന ആൾക്കാർ കുറഞ്ഞു. എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് മാത്രമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ കുറേ പേരോട് സംസാരിക്കുമായിരുന്നു ഡെയിലി. ഇപ്പം അത് ചുരുങ്ങി. എൻ്റെ വീട്ടിലെ ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, അവരെയും കുറച്ച് ദിവസം കൂടുമ്പോഴാവും വിളിക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത് കുറഞ്ഞു. പിന്നെ എനിക്ക് 2 പേഴ്സണാലിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായൊരു വർഷം കൂടിയാണിത്. അതായത് ഒരാൾക്കാരുടെ അടുത്ത് ഞാൻ പെരുമാറുന്ന രീതിയേ ആവില്ല ആക്ച്വലി ഞാനെന്ന് എനിക്ക് മനസ്സിലായി. അതായത് എക്സിസ്റ്റൻസിന് വേണ്ടി, അതായത് നിലനിൽപ്പിന് വേണ്ടി നമ്മൾ അവരോട് അങ്ങനെ പെരുമാറുന്നു. ആക്ച്വലി ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് അതാവില്ല പറയേണ്ട മറുപടി, അല്ലെങ്കിൽ അതാവില്ല നമ്മുടെ ഇന്നർ മൈൻഡിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അതായിരിക്കില്ല. പക്ഷെ ആ സാഹചര്യത്തിനനുസരിച്ച് നിൽക്കാൻ പഠിക്കുക എന്ന് പറയില്ലേ, സാഹചര്യത്തിനനുസരിച്ച് നിൽക്കാൻ പഠിച്ച ഒരു വർഷമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സ്ട്രെസ്സ് വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു വർഷം കൂടിയാണിത്. സ്ട്രെസ്സ് വരിക, എനിക്ക് കോളേജിലായിരിക്കുമ്പോൾ അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ അത് ആ ഒരു ലൈഫിൽ വേറെ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും. പക്ഷേ ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് വരുന്ന സങ്കടങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ടൈം എടുത്തു. അങ്ങനെ കുറച്ച്
പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് വരുന്ന സ്ട്രെസ്സിനെ ഞാനെങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ദേഷ്യത്തിനെ അല്ലെങ്കിൽ സങ്കടത്തിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് എനിക്കറിയാത്തൊരു വർഷമായിരുന്നു. കോളേജിലായിരിക്കുമ്പോൾ ഓരോ ഇവൻറ്റ്സ് ഉണ്ടാവും. നമുക്കതിനെ പറ്റിയൊന്നും ചിന്തിക്കാനുള്ള നേരം പോലും ഉണ്ടാവില്ല. ഓരോ പരിപാടി അങ്ങനെ അങ്ങനെ. എനിവേ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ. 2026 നല്ല വർഷമാവട്ടെ എന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷമാണ്. എപ്പോഴും കോളേജ് എന്ന് പറയുന്നതുകൊണ്ട് എനിക്കത് ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു ഒറ്റയ്ക്കായൊരു വർഷമാണ് 25-ലെ പകുതിയിൽ 26. അപ്പോൾ 26 അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് പോട്ടെ. കുറച്ചുകൂടെ നല്ലൊരു പേഴ്സണായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ എനിക്ക് തന്നെ വിഷ് ചെയ്യാണ്. ആർക്കും ഒന്നും പറ്റാതെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റട്ടെ. എല്ലാവരും നല്ലൊരു ലൈഫ് ജീവിക്കട്ടെ. 2026 എല്ലാവർക്കും ഹാപ്പിനെസ് മാത്രം നൽകട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്ക് പേടിയുണ്ട്, എന്തെങ്കിലും വലിയ എന്തോ ദുരന്തം വരുമോ 2026 പക്ഷെ അത് വന്നാലും അത് ഡീൽ ചെയ്യാനുള്ളൊരു ശക്തി കിട്ടിയാൽ മതി. വരുന്ന പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷെ അത് ഡീൽ ചെയ്യാനുള്ളൊരു ശക്തി അത് നമുക്കെല്ലാവർക്കും ദൈവം തരട്ടെ. അപ്പോൾ ന്യൂ ബിഗിനിങ്. ബൈ.